ദൈവം തന്ന ഈ ഗ്രന്ഥത്തെ മറികടക്കാനോ അതിന് പകരം വെക്കാനോ മറ്റൊരു ഗ്രന്ഥം ഈ ഭൂമിക്കില്ല. ഇത് മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥം, ഇത് മാത്രമാണ് തിരുവെഴുത്ത്, ഇത് മാത്രമാണ് ദൈവം അരുളി ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ പുസ്തകം എടുക്കണം, പുസ്തകം എടുത്ത് വായിക്കണം. എടുത്തു വായിക്കാന്ന് ഒരിക്കൽ ആഗസ്തീനോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എടുത്തു വായിക്കുക. അന്ന് ആഗസ്തീനോസ് മദ്യത്തിനും അതുപോലെ തന്നെ ദുർനടപ്പിനും ലഹരിക്കും ഒക്കെ അടിമയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആഭാസനായിരുന്നു. ആഥൻസിന്റെ തെരുവുകളിലെ ആഭാസന്മാരിൽ ഒരാൾ. അപ്പൊ ഈ മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എടുത്തു വായിക്കുക. അയാൾ വായിക്കാത്ത ഒരു പുസ്തകവും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അയാളുടെ കണ്ണുകൾ ഇങ്ങനെ എടുത്തു വായിക്കാന്ന് പറഞ്ഞപ്പോൾ എന്തെടുത്ത് വായിക്കാനാണെന്ന് ആകുലപ്പെട്ട അയാളുടെ കണ്ണുകൾ ഇങ്ങനെ പരിധി നടക്കുമ്പോൾ അയാൾ കണ്ടു, അമ്മ മോനിക്ക വായിച്ചിട്ട് മടക്കി വെക്കാതെ അമ്മയുടെ കണ്ണീര് വീണ് നനഞ്ഞ ഒരു ഗ്രന്ഥം, അയാൾ ഇന്ന് വരെ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്തൊരു പുസ്തകം. അമ്മയുടെ കണ്ണീര് വീണ, അമ്മയുടെ നെടുവീർപ്പുകൾ അടയിരിക്കുന്ന ഈ പുസ്തകം അയാൾ മേശപ്പുറത്തിരിക്കുന്നത് കണ്ടു. അയാൾ അത് എടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് അയാളുടെ വിരലുകൾ കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ സ്പർശിച്ചു. തുറന്നു, അമ്മ തുറന്നു വെച്ചിരിക്കുന്ന ഭാഗം അത് അയാൾ വായിക്കാൻ തുടങ്ങി. അത് റോമാലേഖനത്തിന്റെ 13-ാം അധ്യായമായിരുന്നു. റോമാലേഖനത്തിന്റെ 13-ാം അധ്യായത്തിലൂടെ ആഗസ്തീനോസിന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കപ്പെട്ടു. റോമാലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, റോമൻസ് 13:11 ഓൺവേർഡ്സ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വാക്യങ്ങൾ അദ്ദേഹം വായിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ദൈവവചനമാകുന്ന വാൾ തുളച്ചു കയറി. അത് അയാളെ പരിക്കേൽപ്പിച്ചു. അതാണ് വിശുദ്ധ ആഗസ്തീനോസിലേക്ക് നടന്ന ഒരു ദൂരം നടന്നു തീർക്കാൻ അദ്ദേഹം ആരംഭിക്കുന്ന ഒരു യാത്ര തുടങ്ങുന്നത് ഇവിടെയാണ്. വിശുദ്ധ ആഗസ്തീനോസിലേക്കുള്ള ദൂരം അത് തുടങ്ങുന്നത് ഒരു ദൈവവചനത്തിൽ നിന്നാണ്.